പ്രിയരെ നമസ്കാരം. എന്താണ് വേദഗ്രന്ഥങ്ങൾ? അവയുടെ ഉള്ളടക്കത്തിൻ്റെ സാരാംശങ്ങൾ എന്തൊക്കെയാണ്? അവ ഓരോന്നും എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അവ ഓരോ ഹൈന്ദവർക്കും ഓരോ മാലോകർക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്നെല്ലാം പരിശോധിക്കുകയാണിവിടെ. വ്യാസൻ സമാഹരിച്ച വേദത്തെയും ഋഗ്വേദത്തെയും യജുർവേദത്തെയും സാമവേദത്തെയും കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ പരാമർശിച്ചിരുന്നു. അവ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ അഥർവവേദത്തിൻ്റെ ഏറ്റവും ലളിതമായ വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. അഥർവവേദം അഥർവണങ്ങളുടെ അല്ലെങ്കിൽ സാധാരണ ജീവിതചര്യകളുടെ ഒരു വിജ്ഞാന ശേഖരമാണ്. ഈ കൃതി 4ാമത്തെ വേദഗ്രന്ഥമാണെങ്കിൽ പോലും അത് അടുത്തിടെ മാത്രം ആ സ്ഥാനത്തിന് അംഗീകരിക്കപ്പെട്ടുവെന്നത് ഒരു വസ്തുതയാകുന്നു. അഥർവവേദത്തെ സാധാരണയായി മാന്ത്രിക സൂത്രവാക്യങ്ങളുടെ വേദം എന്നും വിളിക്കുന്നു. അത് കൃത്യമല്ലെന്ന് ചില ഹൈന്ദവ ഉന്നത ശ്രേണിയിലെ വിദഗ്ധർ വിശ്വസിക്കുന്നുവെങ്കിലും അഥർവൻ നിർദ്ദേശങ്ങളെയും മന്ത്രങ്ങളെയും സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിന്മകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ബൗദ്ധിക ആശയങ്ങളാണത്. അഥർവവേദം ഒരു ഹൈന്ദവ വിശുദ്ധ ഗ്രന്ഥമാണെന്നതുപോലെ തന്നെ 4 വേദങ്ങളിൽ ഒന്നുമാണ്. ക്രിസ്തുവിന് മുൻപ് 1000-800 ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ വേദം. ഈ വേദം ജീവിതത്തിൻ്റെ എല്ലാ ദിനചര്യകളും വളരെ വിശദമായി വിവരിക്കുന്നു. 730 ശ്ലോകങ്ങൾ അഥവാ സൂക്തങ്ങൾ, 6000 മന്ത്രങ്ങൾ, 20 വാല്യങ്ങൾ എന്നിവ ഇതിൻ്റെ ശേഖരത്തിലുണ്ട്. പെപ്പലതയും സൗനഗിതയും നിലനിൽക്കുന്ന 2 അഥർവവേദത്തിൻ്റെ പുനരവലോകനങ്ങളാണ്. അഥർവവേദം മുണ്ടക ഉപനിഷത്ത്, മാണ്ഡൂക്യ ഉപനിഷത്ത്, പ്രശ്ന ഉപനിഷത്ത് എന്നീ 3 അടിസ്ഥാന ഉപനിഷത്തുക്കൾ ഉൾക്കൊള്ളുന്നു. മാന്ത്രിക സൂത്രവാക്യങ്ങളുടെ വേദം എന്നും അഥർവവേദം അറിയപ്പെടുന്നു. 20 പുസ്തകങ്ങളിലെയും ഓരോന്നിലെയും ശ്ലോകങ്ങൾ അവയുടെ ദൈർഘ്യം അനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. ഋഗ്വേദത്തിൽ നിന്ന് ശ്ലോകങ്ങൾ കടം കൊണ്ട സാമവേദത്തിൽ നിന്ന് വ്യത്യസ്തമായി അഥർവവേദത്തിലെ ശ്ലോകങ്ങൾ അല്പമൊഴികെ മറ്റെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ വേദത്തിലും സ്തുതിഗീതങ്ങൾ ഉൾക്കൊള്ളുന്നു. അവയിൽ പലതും പ്രയോജനം തേടുന്ന വ്യക്തി അല്ലെങ്കിൽ സാധാരണയായി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേരിൽ ഒരു മാന്ത്രികൻ ഉച്ചരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വശ്യതകളോ മന്ത്രങ്ങളോ ആയിരുന്നു. ഐതിഹ്യമനുസരിച്ച് പ്രാഥമികമായി അഥർവവേദം സൃഷ്ടിച്ചത് അഥർവണൻ എന്നും അങ്കിരസൻ എന്നും അറിയപ്പെടുന്ന 2 ഋഷികളാണ്. അതിനാൽ അതിന് അഥർവ അങ്കിരസൻ എന്ന പേരും ലഭിച്ചു. ആദ്യത്തെ 3 വേദങ്ങളെ മാത്രമാണ് പ്രാചീന ഭാരതീയ പാരമ്പര്യം ആദ്യം അംഗീകരിച്ചിരുന്നത്. അഥർവവേദങ്ങളുടെ പാട്ടുകളും പരമ്പരാഗത നാടോടി ആചാരങ്ങളും മറ്റൊരു വേദമായി സാവധാനം അംഗീകരിക്കപ്പെട്ടു. യാഥാസ്ഥിതികവും ഭിന്നവുമായ ഭാരതീയ ദാർശനിക പാരമ്പര്യങ്ങളെ ആദ്യത്തെ 3 വളരെ വൈകി അംഗീകരിച്ചു. ഉദാഹരണമായി ആദ്യകാല ബുദ്ധനിയാഗ ഗ്രന്ഥങ്ങൾ അഥർവവേദത്തെ 4ാമത്തെ വേദമായി അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല അതിൽ 3 വേദങ്ങളെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അഥർവവേദം ബ്രഹ്മവേദം അഥവാ ബ്രഹ്മപുരോഹിതന്മാരുടെ വേദം എന്നും അറിയപ്പെടുന്നു. ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ ആദ്യകാല സാഹിത്യ സ്മാരകമാണ് അഥർവവേദം. ഭാരതീയ വൈദ്യശാസ്ത്രമായ ആയുർവേദം ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന നിരവധി മന്ത്രങ്ങളുമുണ്ട്. പാമ്പുകടിയിൽ നിന്നോ അപകടകരമായ പ്രാണികളിൽ നിന്നോ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനകൾ മറ്റൊരു തരം പാട്ടാണ്. മരുന്നുകളും ഔഷധ സസ്യങ്ങളും പരാമർശിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഈ സ്വഭാവം അഥർവവേദത്തെ മറ്റു വേദങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അഥർവവേദ സംഹിതയെ 18 വാല്യങ്ങളായി അഥവാ കാണ്ഡങ്ങളായി വിഭജിച്ചു. മൊത്തം 20 വാല്യങ്ങളിലെ അവസാനത്തെ 2 വാല്യങ്ങൾ പിന്നീട് ചേർക്കപ്പെട്ടവയാണ്. വിഷയം അല്ലെങ്കിൽ രചയിതാവ് എന്നതിലുപരി മറ്റ് വേദഗ്രന്ഥങ്ങളെ പോലെ തന്നെ പാട്ടിൻ്റെ ദൈർഘ്യമനുസരിച്ചാണ് ഈ പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരത ഉപഭൂഖണ്ഡത്തിൽ അത് ആധുനിക വൈദ്യശാസ്ത്രത്തെയും ആരോഗ്യ പരിപാലനത്തെയും സംസ്കാരത്തെയും മതപരമായ ആഘോഷത്തെയും സാഹിത്യ പൈതൃകത്തെയും പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഭാരതീയ സാഹിത്യ വിഭാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പരാമർശമാണിത്. ഏതൊരു വേദ പണ്ഡിതനെ സംബന്ധിച്ചും അഥർവവേദം 4 വേദങ്ങളിൽ 4ാമത്തേതും അവസാനത്തേതും ഇന്നും ഏറ്റവും മൂല്യവത്തായ ഗ്രന്ഥങ്ങളിൽ ഒന്നുമാണ്. മുണ്ടക ഉപനിഷത്ത് അഥർവവേദത്തിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന മന്ത്രങ്ങളുടെ രൂപത്തിൽ 64 ശ്ലോകങ്ങളുള്ള ഒരു കാവ്യശൈലിയിലുള്ള ഉപനിഷത്താണ്. മറുവശത്ത് ഈ മന്ത്രങ്ങൾ ആചാരങ്ങളെക്കാൾ ആത്മീയ ധാരണയെക്കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഉപയോഗിക്കുന്നു. പുരാതനവും മധ്യകാലവുമായ ഭാരതീയ സാഹിത്യത്തിലും വ്യാഖ്യാനത്തിലും മന്ത്ര ഉപനിഷത്തുക്കളിലൊന്നായാണ് മുണ്ടക ഉപനിഷത്ത് അറിയപ്പെടുന്നത്. അഥർവ സാഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്ന മാണ്ഡൂക്യ ഉപനിഷത്ത് എല്ലാ ഉപനിഷത്തുക്കളെയും അപേക്ഷിച്ച് ഏറ്റവും ചെറുതാണ്. ഈ കൃതി ഓം എന്ന അക്ഷരത്തെ പരിവേഷണം ചെയ്യുന്നു. അവബോധ സിദ്ധാന്തത്തിൻ്റെ 4 ഘട്ടങ്ങൾ വിശദീകരിക്കുന്നു. കൂടാതെ ആത്മാവിൻ്റെ നിലനിൽപ്പും സ്വഭാവവും സ്ഥിരീകരിക്കുന്നു.
ഗൗഡപാദിയുടെ കരിക ഹിന്ദുമതത്തിലെ വേദാന്ത പാഠശാലയുടെ ശ്രേഷ്ഠമായ മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഹിന്ദുമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ചരിത്രത്തെയും തത്വചിന്തയെയും കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന കൃതികളിലൊന്നാണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. അഥർവവേദികളുടെ പ്ലായിപ്പട സമൂഹമാണ് പ്രശ്ന ഉപനിഷത്ത് രചിച്ചത്. ഈ പുസ്തകത്തിൽ 6 പ്രശ്നങ്ങൾ അഥവാ ചോദ്യങ്ങളുണ്ട്. ആ ഓരോ പ്രശ്നങ്ങൾക്കും ഉത്തരങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അധ്യായവുമുണ്ട്. ആദ്യത്തെ 3 പ്രശ്നങ്ങൾ കൃത്യമായ ദാർശനിക പരിഹാരങ്ങളില്ലാത്ത അഗാധമായ ഭാവനാപരമായ പ്രശ്നങ്ങളാണ്. പകരം അവ പ്രാഥമികമായി അതിശയോക്തി കലർന്ന പുരാണങ്ങളും പ്രതീകാത്മകവുമാണ്. നേരെ മറിച്ച് 4ാമത്തെ പ്രശ്നം തത്വചിന്തയിൽ കടുകട്ടിയായതാണ്. അവസാന 2 പ്രശ്നങ്ങളിൽ ഓം എന്ന ചിഹ്നവും മോക്ഷം എന്ന സങ്കല്പവും ചർച്ച ചെയ്യപ്പെടുന്നു. പ്രശ്ന ഉപനിഷത്ത് അതിൻ്റെ ഘടനയ്ക്കും പുരാതന ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ചുള്ള സാമൂഹിക ശാസ്ത്ര ഉൾക്കാഴ്ചകൾക്കും പേരുകേട്ടതാണ്. 4ാമത്തെ അഥർവവേദം ഈയിടെ ഹിന്ദുമതത്തിൻ്റെ വൈദിക സാഹചര്യത്തിൽ ചേർത്തു. രചയിതാവിൻ്റെ അഭിപ്രായത്തിൽ അഥർവവേദം അഥർവണങ്ങളുടെ ഒരു വിജ്ഞാന സംഭരണിയാണ്. അതുമല്ലെങ്കിൽ ഇതിനെ ദൈനംദിന ജീവിതചര്യകൾ എന്നും വിലയിരുത്താം. ഈ വേദം ജീവിതത്തിലെ എല്ലാ ആചാരങ്ങളും വളരെ വിശദമായി വിവരിക്കുന്നു. അഥർവണന്മാരുടെ പാട്ടുകളും പരമ്പരാഗത നാടൻ രീതികളും ക്രമേണ മറ്റൊരു വേദമായി അംഗീകരിക്കപ്പെട്ടു. പ്രിയ സുഹൃത്തുക്കളെ, 4 വേദങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് നൽകാനായി എന്ന വിശ്വാസത്തോടെ അടുത്ത വിഭാഗമായ പുരാണങ്ങളിലേക്ക് കടക്കുകയാണ്. 18 പുരാണങ്ങളെക്കുറിച്ചൊരു മൊത്തത്തിലുള്ള വ്യാഖ്യാനവും ഈ 18 പുരാണങ്ങളിൽ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള കഥകളും വസ്തുതകളും പടിപടിയായി വിവരിക്കാം. അതിനുശേഷം ഓരോ ഉപനിഷത്തുകളെക്കുറിച്ചും വിശദീകരിക്കണമെന്ന ആഗ്രഹവുമുണ്ട്. സമയം അനുവദിക്കുമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.